ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. സാറ്റർഡേക്ക് അപ്പോൾ ഇത് ഒരു ലോഗ് വീഡിയോ എടുക്കാമെന്ന്. സാധാരണ എടുക്കാമെന്ന് വിചാരിച്ചാലും ഞാൻ മറന്നു വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുത്തതിന് എഡിറ്റ് ചെയ്യാൻ മടിയായത് ഞാൻ കുറേ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാറില്ല, എടുത്തു വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, പല്ല് തേച്ചു. രാവിലെ തന്നെ പുട്ടും പഴവുമായിരുന്നു കഴിക്കാൻ. എനിക്ക് പുട്ട് ഇഷ്ടമല്ല. പുട്ടിനൊപ്പം കറിയാണെങ്കിൽ പിന്നെയും ഞാൻ കഴിക്കും. പഴം ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്. ബട്ട് ഞാനും പുട്ടും അത്രയും അറ്റാച്ച്ഡ് അല്ല, അതാണ് കാര്യം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണം. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പാൽ ചായ മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ക്രാഫ്റ്റാണ്. ഈ ക്രാഫ്റ്റ് ഞാൻ ചെയ്ത് ഫെയിലായ ഒരു ക്രാഫ്റ്റാണ്. ആദ്യം തന്നെ ക്ലേ മേടിച്ചപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കയറിയിട്ട് ഞാൻ ചാടിക്കയറി ഉണ്ടാക്കിയൊരു സാധനമാണ് ഇത്. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ കോളേജിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചിരുന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. ഞാൻ 1 മന്ത് കഴിഞ്ഞിട്ടാണല്ലോ കോളേജിൽ ചേർന്നത്. അത് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ വരയ്ക്കാനുണ്ടായിരുന്നു. വരയ്ക്കാനാണ് കുറേ ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് വരയ്ക്കാനിരിക്കാമെന്ന്. Life's all about balance, and real love takes practice. We know accidents happen. എനിക്കാണെങ്കിൽ 2 ദിവസം തല കുളിച്ചില്ലെങ്കിൽ അപ്പോഴത്തേക്ക് താരം വരും. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ താരം വരുമ്പോഴത്തേക്ക് 2 പ്രാവശ്യമായിട്ട് ഒരു സംഭവം തലയിൽ പെരട്ടും. അപ്പോൾ ഞാൻ നിങ്ങളിങ്ങോട്ട് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. Everything's peachy. Everything's peachy. ആദ്യം തന്നെ തലയിൽ എണ്ണ പെരട്ടും. ഞാൻ ഇപ്പോൾ പെരട്ടുന്നത് ധാത്രിയുടെ എണ്ണയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പെരട്ടാൻ തുടങ്ങിയ പിന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുമുണ്ട്. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തരാം. ആകെ 2 സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഒന്ന് ഉലുവയും ഒന്ന് പയറുമാണ്. ഇത് രണ്ടും തലേ ദിവസം രാത്രി കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കഞ്ഞിവെള്ളത്തിൽ തലേ ദിവസം രാത്രി ഇട്ട് വെക്കുക. എന്നിട്ട് അടുത്ത ദിവസം ഈ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കുക. ഇപ്പോൾ കഞ്ഞിവെള്ളം ഇല്ലെന്നാണെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നീരിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പനിക്കൂർക്ക യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കറ്റാർ വാഴയും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ രണ്ടും ഓപ്ഷണലാണ്. ഇത് വെച്ച് കഴിഞ്ഞ് ഒരു 50 to 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അതിൽ കൂടുതൽ നേരം വെക്കണമെന്നില്ല. അതിന് മുന്നേ ഇത് പുരട്ടണതിന് മുന്നേ എന്തായാലും ഒരു ഓയിൽ മസാജ് ചെയ്ത് കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ സ്കാൽപ്പ് നല്ല രീതിക്ക് ഡ്രൈ ആയി പോകും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈം ആയിട്ടുണ്ടായിരുന്നു. ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നല്ല രീതിക്ക് എരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പഴവും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കാട്ടിയ എരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഒരു 6 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ കയറി കിടന്ന് ഉറങ്ങി. ഇപ്പോൾ ഞാൻ ഫിലിം കാണാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. സെൻറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഫിലിം കാണാൻ പോകുന്നത്. സുമതി വളവാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ റെഡിയായ ഒരു 6:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫിലിം കാണാൻ ഇറങ്ങി. 7:20 ഫിലിം വരുന്നത്. നമുക്കൊരു പണി കിട്ടിയായിരുന്നു. നമ്മൾ സെൻറ്റർ സ്ക്വയറിന് എത്തുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ ആണ് അമ്മ പറയുന്നത് അമ്മയുടെ ഫോണിലാണ് ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉള്ളത്. ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കസിൻസിനെ വിളിച്ചു, ആൻറ്റീനെ വിളിച്ചു. ആൻറ്റി വീട്ടിൽ ചെന്ന് ഫോണെടുത്ത് അയച്ചു തന്നു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ സെൻറ്റർ സ്ക്വയറിൽ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ അവിടെ പാർക്കിംഗ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കൊണ്ടേ ചെന്ന് പാർക്കൊക്കെ ചെയ്തിട്ട് അങ്ങനെ മൊത്തത്തിൽ വള്ളി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 7:21 ടൈം. അങ്ങനെ ഞങ്ങൾ 7:37 ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. പക്ഷേ ഭാഗ്യത്തിന് ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ പരസ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അങ്ങനെ ഫിലിം കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു തട്ടുകടയിൽ പോയി നമുക്ക് സ്ഥിരം കഴിക്കുന്ന പൊറോട്ടയും ചിക്കനും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്ഥിരം പോകുന്ന തട്ടുകടയുണ്ട് പനമ്പള്ളി നഗറിൽ ഉപ്പും മുളകും എന്ന് പറഞ്ഞ തട്ടുകട. ഇവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു കുറച്ച് ആളായിട്ട് പോകുന്നത്. ഇവിടുത്തെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാമെന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു സോഡ പറഞ്ഞു, സുനാമി സോഡ എന്നായിരുന്നു അതിൻ്റെ പേര്, ബട്ട് കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ 6:30 ഷോയ്ക്ക് കയറി ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഷോ കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ബൈ.